ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായില്ല. നിങ്ങൾക്കറിയാം, UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ ഇരുവരുമായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായപ്പോൾ മത്സരം നേർക്കുനേർ. രണ്ടു തവണയാണ് ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും നേർക്കുനേർ വന്നത്. രണ്ടുപേരും ഓരോ തവണ വീതം ജയിച്ചു. LDF പിന്തുണയോടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി 2014 അപ്രതീക്ഷിതമായാണ് ജോയ്സ് ജോർജ് മത്സരരംഗത്തെത്തുന്നത്. അന്ന് ഡീൻ കുര്യാക്കോസ് ദയനീയ തോൽവി ഏറ്റുവാങ്ങി. 2019 വീണ്ടും നേർക്കുനേർ. രാഷ്ട്രീയ സ്ഥിതിഗതികൾ അടിമുടി മാറിയ വർഷം. പൊതുവെ UDF ചായ്വുള്ള ഇടുക്കി പാർലമെന്റ് മണ്ഡലം 1,74,000-ൽ പരം വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് തിരിച്ചുപിടിച്ചു. ഇത്തവണയും അതേ വിജയപ്രതീക്ഷ UDF-നുണ്ട്. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ ആര് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മത്സരിച്ചാലും UDF വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് സ്ഥാനാർത്ഥിയും സ്വാഗതം ചെയ്യും. അപ്പോൾ വികസന കാര്യങ്ങളിൽ, പൊതുവായ കാര്യങ്ങളിലെല്ലാം മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം മുന്നോട്ട് പോകാൻ നമ്മുടെ നാടിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതിനെല്ലാം ഒരു അടിസ്ഥാനം ഒരുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായും സ്ഥാനാർത്ഥിത്വം ഉണ്ട് എങ്കിൽ ആ നിലയിൽ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകാൻ യാതൊരു കുറവുമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. MP എന്ന നിലയിൽ ഡീൻ കുര്യാക്കോസ് നടത്തിയ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാട്ടിയാണ് LDF-ന്റെ പ്രചാരണം. പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF MP തികഞ്ഞ പരാജയമാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഈ ജില്ലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പാർലമെന്റ് മണ്ഡലം നടപ്പാക്കിയിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇരുവരും പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയായി BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. 24 ഇടുക്കി.